ഓം ശ്രീ ആഞ്ജനേയ നമ. MSB4 ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. വീട്ടില് വിളക്ക് തെളിയിക്കുമ്പോൾ, അതായത് പൂജാമുറി സെറ്റ് ചെയ്യുമ്പോൾ ഏത് ഭാഗത്താണ് സെറ്റ് ചെയ്യേണ്ടത്, ഇതാണ് വാസ്തുപരമായിട്ട് എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈശാനകോൺ, വടക്ക് കിഴക്ക് മൂലയാണ് ഈശാനകോൺ. അവിടെ വേണം പൂജാമുറി വരാൻ. അവിടെയാണ് ഉത്തമം. അവിടെ വിളക്ക് തെളിയിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ദൈവിക കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ലക്ഷ്മി കടാക്ഷം, അന്നപൂർണേശ്വരി കടാക്ഷം, വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം, അതുപോലെ വാസ്തുപുരുഷന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും വടക്ക് കിഴക്ക് ഭാഗം ഈശാന കോണിൽ നിന്ന് ആ ഒരു ഭാഗത്ത് വിളക്ക് തെളിയിച്ച് പൂജാമുറി അവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കടാക്ഷം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചില ആളുകൾ തെക്ക് സൈഡില് പൂജാമുറി, വീടിന്റെ തെക്ക് ഭാഗത്തായിട്ട് പൂജാമുറി വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് അത്ര ഉത്തമമല്ല. അതൊരു മധ്യമമാണെന്നും പറയാൻ പറ്റത്തില്ല. അതിലും താഴെയുള്ള അവിടെ ദൈവികത കുറഞ്ഞ ഒരു ഭാഗമാണ്. കാരണം അതൊരു അഗ്നികോണാണ്. അവിടെ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം കിട്ടുകയില്ല. പ്രത്യേകിച്ച് തെക്ക് സൈഡില് അഗ്നികോണിൽ റൂം, അതായത് ബെഡ്റൂം ഒക്കെ അവിടെ വരികയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു അസുഖപരമായിട്ടുള്ള, ശാരീരികപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നു. അപ്പം ആ ഒരു സ്ഥലം, തെക്ക് സൈഡ് അഗ്നികോണ്, പൂജാ യൂണിറ്റിന് പറ്റിയ സ്ഥലമല്ല. അപ്പം പൂജാമുറി സെറ്റ് ചെയ്യുമ്പോൾ, വീട് പണിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈശാനകോൺ, വടക്ക് കിഴക്ക് മൂലയിൽ പൂജാമുറി സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ദൈവികപരമായിട്ടുള്ള കടാക്ഷം ആർജിച്ചെടുക്കാൻ ആ ഒരു സ്ഥലമാണ് എപ്പോഴും നല്ലത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.